Hello dears, welcome to ECS online class. നമ്മൾ പ്രാക്ടീസ് ബുക്ക് പഠിക്കാം. ആ ചാപ്റ്റർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിൻ്റെ വർക്കെല്ലാം പ്രാക്ടീസ് ബുക്കിൽ പഠിക്കാം. എല്ലാവരും പ്രാക്ടീസ് ബുക്ക് എടുത്ത് പേജ് നമ്പർ 32 ബാക്കി പഠിക്കാമേ. റൈറ്റ് ദ ഫ്രാക്ഷൻ കളർ ഇൻ ഈച്ച് പിക്ചർ. എന്താണ് ആ ഓരോ ബോക്സിലെയും കളർ ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തിന് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ബോക്സ് നോക്കി അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ താഴത്തെ എന്താണ് ബൈ 2 ആണ് അല്ലേ, ഒരൊറ്റ ഭാഗമേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. മുകളിൽ ന്യൂമറേറ്റർ ആയിട്ട് 1 വരും. ഇനി അടുത്ത ദിവസം നോക്കി ആ ഒരു ബോക്സ് 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 4 എന്ന് പറയുന്ന നമ്പർ താഴെ ഡിനോമിനേറ്റർ ആയിട്ട് വരും. 2 ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 2 മുകളിൽ വരും അല്ലേ. അതിൻ്റെ അടുത്ത ദിവസം നോക്കി ആ ഒരു ഫിഗറിനെ എത്ര ഭാഗമാക്കിയാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്? ടോട്ടൽ 8 ഭാഗങ്ങളുണ്ട്. അപ്പോൾ താഴത്തെ എന്ത് വരും അല്ലെ, താഴത്തെ എന്ത് വരും 8 വരും. മുകളിലോ 4 ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഫ്രാക്ഷൻ എന്താണ്? തേർഡ് വണ്ണിലെ 4/8. അത് കഴിഞ്ഞ് വരുന്ന ഫിഗർ നോക്കിക്കേ, എത്ര ഭാഗമായിട്ടാണ് ആ ഒരു ബോക്സിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്? 6 ആയിട്ടാണ്. എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തു? 3 ആണ്. അപ്പം ഫ്രാക്ഷൻ എന്താണ്? 3/6. അടുത്ത ബോക്സ് നോക്കി 12 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര ഭാഗം കളർ ചെയ്തു? 6 ഭാഗം കളർ ചെയ്തിട്ടുണ്ട് അല്ലെ. 6 ഭാഗം കളർ ചെയ്തു. ഫ്രാക്ഷൻ 6/12. അടുത്ത ദിവസം നോക്കി 10 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ താഴത്തെ 10 ആണ്. ന്യൂമറേറ്ററിന്റെ സ്ഥാനത്ത് എത്ര ഭാഗം കളർ ചെയ്തു? 5 ആണ് അല്ലെ. 5 ആണ്. ഓക്കെ, നൗ ഫിൽ അപ്പ് ദ ഫോളോയിങ്. ഇനി താഴെ കാണുന്ന അതെല്ലാം ഒന്ന് ഫിൽ അപ്പ് ചെയ്യാം. ആ നമ്പേഴ്സ് എല്ലാം ഒന്ന് എഴുതി നോക്കി. എന്താണ് 1/2 ഇസ് ഈക്വൽ ടു എന്താണ്? 2/4 അല്ലെ. നമ്മൾ എന്താണ് 1/2 എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ആണ്. ഈ 2/4 എന്ന് പറയുന്നതും ഹാഫ് ആണ്. എന്താണ്? 4 ആക്കി സ്പ്ലിറ്റ് ചെയ്തേക്കുന്ന ഒരു ഫിഗറിന്റെ 2 ഭാഗമാണ് കളർ ചെയ്തേക്കുന്നത് അല്ലെ. അപ്പോൾ 2/4 എന്ന് പറയുന്നതും ഹാഫ് ആണ്. അല്ലെങ്കിൽ ഈ 2/4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 2/2 എന്താണ്? 1 ആണ്. 4/2 എന്താണ്? 2 ആണ്. അപ്പൊ 1/2 അല്ലെങ്കിൽ 2/4 എന്ന് പറയുന്നത് ഈക്വൽ ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ അടുത്ത നമ്പർ നമുക്ക് ഇങ്ങനെ എഴുതാം. 3/6 എന്ന് പറഞ്ഞാലോ 3യും 6ഉം എന്താണ്? ഇരട്ടിയാണ് അല്ലെ. 1ഉം 2ഉം 1ന്റെ ഇരട്ടിയാണ് 2, 2യുടെ ഇരട്ടിയാണ് 4 അല്ലെ. അപ്പൊ 2/4. അപ്പൊ 3യും 6ഉം 3യുടെ ഇരട്ടിയാണ് 6 അല്ലെ. 2 വെച്ചിട്ട് എന്താണ് 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 3/3 എന്താണ്? 1 ആണ്. 6/3 എന്താണ്? 2 ആണ്. അപ്പൊ 3/6 എന്ന് പറയുന്നത് 1/2 തന്നെയാണ് അല്ലെ. 6 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന ഒരു ഫിഗറിന്റെ 3 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ആ ഒരു 6 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതിന്റെ പകുതി ഭാഗവും എന്താണ്? ഷെയ്ഡ് ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ 3/6 എന്ന് പറഞ്ഞാല് 1/2 തന്നെയാണ് അല്ലെ. ഇനി എന്തൊക്കെ പറയാം? 4/8 പറയാം അല്ലെ. 8ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന പകുതി ഭാഗം 4 അല്ലെ, പകുതി ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുകയാണ്. 4/8 1/2 എന്ന് പറയാം അല്ലെ. 4/2 അല്ലെങ്കിൽ 4/4 എന്ന രണ്ട് നമ്പേഴ്സ് 4 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പൊ 4/4 1 ആണ്. 8/4 എന്താണ്? 2 ആണ്. അപ്പൊ 4/8 എന്ന് പറയുന്നത് 1/2 ആണ്. ഇനിയോ 5/10 അല്ലെ. നമുക്ക് എന്തൊക്കെ എഴുതാം? 6/12 അല്ലെ. നമുക്ക് അതിന് ഒരുപാട് നമ്പേഴ്സ് എഴുതാം. 7/14 അല്ലെ. മുകളിൽ ഒരു നമ്പറും അതിന്റെ ഇരട്ടിയായിരിക്കണം താഴെയും. അത് ആ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ അല്ലെ. ഈ പാറ്റേൺ നമുക്ക് അതിന് ഇഷ്ടം പോലെ എഴുതാൻ സാധിക്കും. എല്ലാവരും എഴുതുക. ഇനി എടുത്തത് how many 1/4 will make 1/2? എത്ര 1/4 ആണ് ഒരു ഹാഫ് ആക്കുന്നത്? എത്ര ക്വാർട്ടർ ആണ് ഒരു ഹാഫ് ആക്കുന്നത് അല്ലെ. അപ്പോൾ അത് എത്ര ക്വാർട്ടർ വേണം? 2 കാൽഭാഗം ചേരുമ്പോഴല്ലേ ഒരു ഹാഫ് ആകുന്നത്. അപ്പൊ 2 അല്ലെ. അപ്പൊ 2 അവിടെ എല്ലാവരും എഴുതിക്കും 2. അല്ലെങ്കിൽ ലിസ്റ്റിൽ കൊണ്ടുകൊണ്ടൊന്ന് പറഞ്ഞുതരാം, അന്ന് തെളിയിച്ച് കാണിച്ചുതരാം. 2 പ്രാവശ്യം 1/4 എന്ന് ആഡ് ചെയ്ത് 1/4 + 1/4. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഡിനോമിനേറ്റർ ഞാൻ നമ്മൾ തന്നെ /4 എന്ന് എഴുതി. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്തു. 1 + 1 എന്താണ്? 2. 2/4 എന്താകും? ചെറുതാക്കിയാൽ 1/2 എന്ന് എഴുതാം അല്ലെ. അപ്പൊ 2 പ്രാവശ്യം 1/4 ആഡ് ചെയ്യുമ്പോഴാണ് 1/2 ഹാഫ് കിട്ടുന്നത് അല്ലെ. 2 പ്രാവശ്യം കാൽ അല്ലെ, ക്വാർട്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഹാഫ് കിട്ടും. അല്ലെങ്കിൽ ഇതിന് എളുപ്പ വഴിയുണ്ട് കണ്ടുപിടിക്കാൻ. എന്ത് ചെയ്യണം? ഡിനോമിനേറ്റേഴ്സ് നോക്കി. എന്താണ് ക്വസ്റ്റ്യനിലെ ഡിനോമിനേറ്റേഴ്സ് ഉണ്ടോ? how many 1/4 will make 1/2? അത് ഡിനോമിനേറ്റേഴ്സ് ഏതൊക്കെ വന്നു? 4ഉം 2ഉം വന്നു. രണ്ടും ഡിവൈഡ് ചെയ്ത് 4/2 എന്താണ്? 2 ആണ് ഉത്തരം. അപ്പം ഉത്തരം കിട്ടിയ 2 ആയി. അടുത്ത ദിവസം നോക്കി how many 1/8 will make 1/2? എത്ര 1/8 ചേർന്നാലാണ് എന്താണ്
ഒരു 1/2 ആവുന്നത്. എത്ര 1/8 അങ്ങനെ എത്ര ടെക്സ്റ്റിലെ മിസ് ഒരു ഇതുപോലൊരു ബോക്സിന്റെ ഒരു ഫിഗർ കളർ ചെയ്തേക്കുന്ന ഒരു ഫിഗർ മിസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓക്കെ, അത് ആ ഫിഗർ വെച്ചാണ് മിസ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മിസ് ഇത് ഒന്ന് ജസ്റ്റ് ഒരു എളുപ്പവിദ്യ പറഞ്ഞുതരാം. അവിടെ ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ നമ്പേഴ്സ് ആണ് ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്? 8ഉം 2ഉം ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്തേ. 8/2 എന്താണ്? 4 ആണ്. അപ്പോൾ ഉത്തരം എന്താണ്? 4. 4 പ്രാവശ്യം 1/8 ഒന്ന് ആഡ് ചെയ്തേ. 1/8 + 1/8 + 1/8 + 1/8. ഉത്തരത്തിന്റെ ഡിനോമിനേറ്റർ 8 തന്നെയാവും. കാരണം എന്താ? എല്ലാ ചോദ്യങ്ങളുടെയും ഡിനോമിനേറ്റർ 8 ആയതുകൊണ്ട് ഉത്തരത്തിന്റെ ഡിനോമിനേറ്റർ 8 തന്നെയായിരിക്കും. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. 1 + 1 + 1 + 1 എന്താണ്? 4. 4/8 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2. ഓക്കെ, അപ്പോൾ എത്ര 1/8 ആണ് ഒരു 1/2നെ മേക്ക് ചെയ്തേക്കുന്നത്? എത്ര 1/8 കൂടുമ്പോഴാണ്? 4 പ്രാവശ്യം 1/8 കൂടുമ്പോഴാണ് ഒരു 1/2 ആവുന്നത് അല്ലേ? എളുപ്പത്തിന് മിസ് കണ്ടുപിടിക്കാൻ പറയുന്ന ഒരു ട്രിക്കാണ്. ക്വസ്റ്റ്യൻ തന്നിട്ട് ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. 8/2 എന്താണ്? 4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി 1/6 വിൽ മേക്ക് 1/2? ഡിനോമിനേറ്റേഴ്സ് തമ്മിലൊന്നും എത്ര 1/6 ആണ് 1/2 ആക്കുന്നത്? ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്ത് 6/2 എന്താണ്? 3 ആണ്. നോക്കാം. 1/6 + 1/6 + 1/6 എന്താണ്? എന്ത് ഉത്തരം കിട്ടും? 3/6. 3/6 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 അല്ലേ? അപ്പൊ 3 പ്രാവശ്യം 1/6 ആഡ് ചെയ്യുമ്പോഴാണ് എന്ത്? ഒരു 1/2 ആവുന്നത് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, how many 1/12 will make 1/2? എളുപ്പം പറയാൻ സാധിക്കുമോ? കാരണം എന്താ? മിസ് പറഞ്ഞിരിക്കുന്ന ട്രിക്ക് എന്താണ്? 12 ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. 12/2 എന്താണ്? 6 ആണ് അല്ലെ? അപ്പൊ ഉത്തരം എന്ത് വരും? 6. 6 പ്രാവശ്യം 1/12 അങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ എന്ത് കിട്ടും? 1/2 കിട്ടും. ഇനി how many 1/10 will make 1/2? എത്ര 1/10 ആണ് ഒരു 1/2 മേക്ക് ചെയ്തേക്കുന്നത്? 10/2 എന്താണ്? 5 ആണ്. അപ്പോൾ എത്ര ഉണ്ട്? 5. ആൻസർ എന്താണ്? 5. ഇനി how many 1/8 will make 1/4? എത്ര 1/8 ആണ് 1/4 മേക്ക് ചെയ്തേക്കുന്നത്? 8/4 എന്താണ്? 2 ആണ്. അപ്പോൾ എത്ര 1/8 വേണം 1/4 ആവാൻ? എന്ത് വേണം? 2 പ്രാവശ്യം അല്ലേ? 1/8 + 1/8 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/8 ആണല്ലേ ഡിനോമിനേറ്റർ. അതുപോലെ തന്നെ 1 + 1 2 ആണ്. 2/8 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വെച്ച് ഡിവൈഡ് ചെയ്തേ. 1/4 അല്ലേ? അപ്പൊ എത്ര 1/8 വേണ്ടി വന്നൊരു 1/4 ആവാൻ? 2 പ്രാവശ്യം അല്ലേ? അപ്പൊ 8/4 ഓർത്താൽ മതി. 2 ആണ് ഉത്തരം. ഇനി അടുത്തത്, how many 1/12 will make 1/6? എത്ര പ്രാവശ്യം 1/12 ആഡ് ചെയ്യുമ്പോഴാണ് 1/6 ആവുന്നത്? എത്ര പ്രാവശ്യമാണ്? 12/6 എന്താണ്? 2 ആണ്. മിസ് കാണിച്ചു തരാം. 1/12 + 1/12 എന്താണ് ഉത്തരം? 2/12 ആണ് ഉത്തരം. 2/12 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/6 ആണ്. 2 വെച്ച് ഡിവൈഡ് ചെയ്തേ. 1/6 കിട്ടും. ഓക്കെ, അപ്പൊ 2 പ്രാവശ്യം 1/12 ആഡ് ചെയ്യുമ്പോഴാണ് 1/6 കിട്ടുന്നത്. അപ്പൊ എളുപ്പം അതൊന്ന് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും സാധിക്കുന്നുണ്ടോ? എളുപ്പം കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെ? ഡിനോമിനേറ്റേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്താൽ എളുപ്പം ഈ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് 4 equal fractions to each of the following. ആ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിലുള്ള ആ ഒരു ഫ്രാക്ഷന്റെ ഈക്വൽ ഫ്രാക്ഷൻസ് ഒന്ന് കണ്ടുപിടിക്കാൻ. എന്താണ്? 1/3. 1/3ക്ക് ഈക്വൽ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസ് ഏതൊക്കെയാണ്? 1ഉം 3ഉം ആണ്. അപ്പൊ നമുക്ക് 3യുടെ മൾട്ടിപ്പിൾസ് വീതം എടുക്കേണ്ടി വരും അല്ലെ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 3യുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. നമുക്ക് അടുത്ത ചെയ്ത് നോക്കാം. എന്താണ്? 3/9 നമുക്ക് എന്ത് എഴുതാം? 3/3 എന്താണ്? 1 ആണ്. 9/3 എന്താണ്? 3. അപ്പോൾ 3/9 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3ക്ക് തുല്യമാണ് അല്ലെ? ഇനി അടുത്തൊന്ന് എടുത്ത് നോക്കാം. എന്ത് എഴുതാം? 2/6 ആണെങ്കിലും എഴുതാം. 2/6 ആണെങ്കിലും എഴുതാം. 2/6 നമ്മൾ എങ്ങനെ ചെയ്യാം? 2/6 ഒന്ന് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് 2/2 എന്താണ്? 1 ആണ്. 6/2 എന്താണ്? 3. അപ്പോൾ 1/3. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും 3 എന്ന നമ്പറിൽ ആ ഒരു ഡിവിസിബിൾ എന്താണ്? ആ ഒരു മൾട്ടിപ്പിൾസ് ആയിരിക്കണം. ഓക്കെ, അത് ആ ഒറ്റ കാര്യം ഓർത്താൽ മതി. 2 ആണെങ്കിൽ 2 × 3 6 ആവാൻ പാടുള്ളൂ. മോളിൽ 3 ആണെങ്കിൽ 3 × 3 9 ആവാൻ പാടുള്ളൂ. ഇനി മോളിൽ 4 ആണെങ്കിലോ
4 into 3 എന്താണ് 12 താഴത്ത് ആവാൻ പാടുള്ളൂ. ഇനി മുകളിൽ 5 എഴുതിയാലോ 5 into 3 എന്താണ് താഴത്ത് 15 ആവാൻ പാടുള്ളൂ. കണ്ടോ? കാരണം എന്താണ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് റിലേഷൻ 1ഉം 3ഉം ആണ്. അപ്പൊ മുകളിലത്തെ ഒരു നമ്പർ ഏതായാലും അതിന്റെ into 3 ആയിരിക്കണം താഴെ വരേണ്ടത്. ഓക്കെ, ബാക്കി എങ്ങനെ ഫിൽ ചെയ്യോ? 5/15 വരെ എഴുതിക്കോ. ഇനി അടുത്തത് 2/3 2/3 എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് എന്തൊക്കെയാവാം? മുകളിൽ 2ഉം താഴെ 3ഉം. അപ്പൊ നമ്മൾ അടുത്ത നമ്പറോട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ മിസ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു 6 എഴുതുകയാണെങ്കിൽ 6 താഴെ 6 മുകളിൽ 6 ആണെങ്കിൽ താഴെ എന്ത് വരും? 9 വരും. കാരണം എന്താണ്? 2ഉം 3ഉം തമ്മിൽ റിലേഷൻ ആണ് അല്ലെ? കാരണം ഇവിടെ 2ഉം മുകളിൽ 3ഉം ആണ്. അപ്പൊ നമ്മൾ മുകളിൽ 6 എടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് താഴെ എന്ത് വരണം? 9 വരണം. ഓക്കെ, ഇനി അടുത്ത നമ്പർ എന്താണ്? 8/12 ഡിവൈഡ് ചെയ്യുന്ന 8/12 എന്ന് ഡിവൈഡ് ചെയ്ത് 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും എന്ത്? മുകളിൽ 2 കിട്ടും, താഴെ 3 കിട്ടും. ഓക്കെ, ഇവിടെയും നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കി 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കി എന്ത് കിട്ടും? മുകളിൽ 3 കിട്ടും, താഴെ എന്ത് കിട്ടും? മുകളിൽ 2 കിട്ടും, താഴെ 3 കിട്ടും. ഓക്കെ, നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/3 തന്നെ എല്ലായിടവും വരുന്നുണ്ട് അല്ലേ? ഇനി അടുത്ത നമ്പർ പറയുകയാണെങ്കിൽ എന്തൊക്കെ എഴുതാൻ സാധിക്കും? 10/15. ഇനിയോ 12/18. അങ്ങനെ ഇഷ്ടമുള്ള നമ്പേഴ്സ് ഒക്കെ നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി എന്താണ്? ഇനി മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? അങ്ങനെ അതെല്ലാം ഫിൽ ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1/5 ആണ്. 1/5 എന്താണ്? മുകളിൽ 1ഉം താഴെ 5ഉം ആണ്. അപ്പൊ മുകളിൽ 2 വന്നാലോ താഴെ 10 വരണം. മുകളിൽ 3 വന്നാലോ താഴെ 15 വരണം. മുകളിൽ 4 വന്നാലോ താഴെ 20 വരണം. പിന്നെ മുകളിൽ 5 വന്നാലോ താഴെ 25 വരണം. ഓക്കെ, ഇപ്പൊ മനസ്സിലാവുന്നത് എല്ലാവർക്കും? ഈ അടുത്ത ക്വസ്റ്റ്യൻ 1/4. 1/4 ആണെങ്കിൽ അല്ലാതെ മുകളിൽ 2 വന്നാൽ താഴെ എന്ത് വരണം? 8 വരണം അല്ലേ? 4 into 2 വരണം. മുകളിൽ 3 വന്നാലോ 4 into 3 എന്താണ്? താഴെ 12 ആണ്. ഓക്കെ, മുകളിൽ 4 വന്നാലോ താഴെ 4 into 4 എന്താണ്? 16 വരണം. ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയേ, 1/4 വരെ കിട്ടും. ഇനിയാ 5/20 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻ തന്നെ മറ്റ് ഫ്രാക്ഷനിലും സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി അടുത്ത 3/4 എന്നാണ് ചോദ്യം. ഇതും അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. മുകളിൽ 3 ആണെങ്കിൽ താഴെ 4 ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാം? 3/4 എങ്ങനെ എഴുതാം? 6/8. സ്പ്ലിറ്റ് ചെയ്താൽ 3/4 തന്നെ കിട്ടും. ഓക്കെ, ഇൻറ്റു 2 ചെയ്ത് നോക്കുമ്പോൾ 3 into 2 എന്താണ്? 6 ആണ്. 4 into 2 എന്താണ്? 8 ആണ്. ഇനി 3 into 3 എന്താണ്? 3 into 3 എന്താണ്? 9 ആണ്. ഇനി 4 into 3 എന്താണ്? 12 ആണ്. ഇനി 3 into എന്താണ്? 4 എന്താണ്? 12 ആണ്. ഇനി 4 into 4 എന്താണ്? 16 ആണ്. ഓക്കെ, ഇനി അടുത്ത 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 5 എന്താണ്? 15 ആണ്. ഇനി 4 into 5 എന്താണ്? 20 ആണ് അല്ലേ? അപ്പോൾ ഇത് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താണ്. ഇനി 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 into 2 6 ആണ്. 4 into 2 8 ആണ്. 3 into 3 9 ആണ്. 4 into 3 12 ആണ്. 3 into 4 12 ആണ് അല്ലേ? ഇത് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ആണ്. ഇത് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ നമ്പറിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ആണിത്. ഇനി ഈ നമ്പറിനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ആണിത്. ഇനി ഈ നമ്പറിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ആണ് 15/20. ഓക്കെ, അപ്പം അങ്ങനെ എല്ലാവരെയും കംപ്ലീറ്റ് ചെയ്യാം. മനസ്സിലായോ? ഇതെല്ലാം ഷോർട്ട് ഫോം ആക്കി ചെറുതാക്കിയാൽ 3/4 തന്നെ കിട്ടും. ഓക്കെ, ഇനി 12/6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന നോക്കിക്കേ 3/4 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ ഇതിനെ ഓരോന്നും ഇത് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3/4. ഇത് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 2 into 3 6 ആണ്. 4 into 2 എന്താണ്? 8 ആണ്. ഓക്കെ, ഇനി 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ന്യൂമറേറ്ററിന് 3 into 3 9 ആണ്. ഡിനോമിനേറ്ററിന് 4 into 3 എന്താണ്? 12 ആണ്. അങ്ങനെ ഓരോ നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെതായ മൾട്ടിപ്പിൾസും അതിൻ്റെതായ ഫ്രാക്ഷൻസും കിട്ടും. ഇനി അടുത്തത് ലുക്ക് അറ്റ് ദ പ്രൈസ് ടാഗ്സ്. കണ്ടില്ലേ? ഒന്ന് പ്രൈസ് ടാഗ്സ് കൊടുത്തിരിക്കുകയാണ് ഫ്രൂട്ട്സിൻ്റെയും. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് 1/2 kilogram ഓഫ് ആപ്പിൾ. ആപ്പിളിന് 1/2 kilogram എത്രയാണ്? ഒരു കിലോ ആപ്പിളിന് 80 rupees ആണ്. അപ്പോൾ 80 into 1/2. 80 into 1/2 എന്താണ്? ₹40. ഇവിടെ എഴുതിക്കഴിഞ്ഞാൽ ₹40. 3/4 ഓഫ് മാംഗോ. മാംഗോ 3/4.
3/4 into 3 is 36. മാനുക്ക് 36 രൂപയാണ്. 3/4 36. നമുക്ക് ഡിവൈഡ് ചെയ്യാം. 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 2 into 18. ഇനിയും 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് 190. 9 into 3 എന്താണ്? 27 rupees 27. ഇതെങ്ങനെ ചെയ്ത് മനസ്സിലായോ? 3/4 of 36. ഓക്കെ, അപ്പം നമുക്ക് തമ്മിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. 4 2 ഈ രണ്ട് തമ്മിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്താണ്? 4 divided by 2 2 ആണ്. 36 divided by 2 18 ആണ്. അപ്പം 2ഉം 18ഉം പിന്നെ സ്പ്ലിറ്റ് ചെയ്യാം. 2 വെച്ച് പിന്നെ ഡിവൈഡ് ചെയ്യാം. 2 divided by 2 എന്താണ്? 1 ആണ്. 18 divided by 2 എന്താണ്? 9 ആണ്. അപ്പം മുകളിൽ ഇപ്പം ഫ്രാക്ഷൻ എന്തായി? 3/1 into 9 എന്നായി. ഓക്കെ, 3/1 into 9 3 into 9 എന്താണ്? 27 rupees 27. 27/1 ആണ്. അപ്പോൾ rupees 27 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. 2.5 kilogram of pineapple. പൈനാപ്പിൾ അല്ലേ? 2.5 kilogram. ഒരു കിലോഗ്രാം പൈനാപ്പിൾ 24 rupees ആണ്. 2.5 വെച്ചാൽ 1 plus 1 plus half എന്നാണ് അല്ലേ? അപ്പം എങ്ങനെ എഴുതാം? 24 plus 1 കിലോക്ക് 24 rupees ആണ്. 24 plus 24 into 1/2. That is equal to 24 plus 24 plus 12. That is equal to ഉത്തരം എന്താണ്? rupees 60. Okay, rupees 60. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 1/4 of orange. kilogram of orange അല്ലേ? 1/4 kilogram of orange. ഒരു കിലോ ഓറഞ്ച് എത്ര രൂപയാണ്? 40 rupees ആണ്. അപ്പോൾ 1/4 of 40 എന്താണ്? 10 rupees ആണ്. അപ്പോൾ rupees 10. 1/4 into 40. 1/4 into 40 എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ഡിവൈഡ് ചെയ്താൽ 1 10. അപ്പോൾ rupees 10. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1.5 kilogram of grapes അല്ലേ? 1.5 എന്ന് വെച്ചാൽ എന്താണ്? 1 plus half ആണ്. 1 kilogram grapesന് 48 ആണ്. 48 plus 48 into 1/2. That is equal to 48 plus 24. That is equal to rupees 72. Okay, ഇപ്പോൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത complete the bills. Apple 1 and 1/4 kilogram. Total quantity എത്ര വരും? Amount എന്ത് വരും? 1 and 1/4 ആണ്. അപ്പം 80. ആപ്പിൾ 1 കിലോയ്ക്ക് 80 രൂപയല്ലേ? 80 plus 80 into 1/4. എനിക്ക് ഉത്തരം കിട്ടും 80 plus 20. That is equal to എന്താണ്? 100 rupees. rupees 100. ഓക്കെ, ഇനി അടുത്തത് മാംഗോ 1/2 കിലോ. മാംഗോ 1/2 കിലോ എന്ന ക്വാണ്ടിറ്റി വരുമ്പോൾ എമൗണ്ട് എന്ത് വരും? 36 into 1/2. That is equal to rupees 18. ഇനി അടുത്തത് പൈനാപ്പിൾ 3.5 kilogram. 3.5 kilogram എന്ന് വെച്ചാൽ എന്താണ്? പൈനാപ്പിളിൻ്റെ വില 1 കിലോ 40 rupees ആണ്. 48 plus 48 plus 48. ഇനി എന്താണ്? ഹാഫ് ഉണ്ട്. പ്ലസ് 48 into 1/2. That is equal to എന്താണ്? എന്ത് വരും? സോറി, 24 rupees ആണ് അല്ലേ? 24 plus 24 plus 24 plus 24 into 1/2. എന്ത് വരും? rupees 84 വരും. ചെയ്ത് നോക്കുക. rupees 84 വരും. അപ്പോൾ ഗ്രാൻഡ് ടോട്ടൽ എത്ര രൂപയായി? അതായത് ടോട്ടൽ അവിടെ എഴുതി 72 plus 100 plus 18 plus 84. ഉത്തരം എന്താണ്? 162. ഇനി അടുത്തത് ഗ്രേപ്സ്. ഗ്രേപ്സിന് എന്താണ്? 2.5 kilogram ഗ്രേപ്സ് ആണ്. അപ്പോൾ എന്ത് വരും? ഗ്രേപ്സിന് 1 കിലോ ഗ്രേപ്സിന് 48 rupees ആണ്. അപ്പോൾ 48 plus 48 plus 48 into 1/2. ഉത്തരം 120 ആണ്. ഓറഞ്ച് 1/2 കിലോ ആണ്. അപ്പോൾ 40 into ഓറഞ്ചിന് എത്ര രൂപയാണ്? 1 കിലോയ്ക്ക് 40 rupees ആണ്. അപ്പോൾ 40 into 1/2 that is equal to 20. ഇനി മാംഗോ 3 and 1/4 kilogram ആണ്. 1 കിലോ മാംഗോയ്ക്ക് 36 rupees ആണ്. അപ്പോൾ 36 plus 36 plus 36 plus 36 into 1/4. That is equal to എന്താണ്? 117. ഉത്തരം വന്നു. അപ്പോൾ ഗ്രാൻഡ് ടോട്ടൽ എത്രയായി? 117 plus 20 plus 120. That is equal to 257. ഗ്രാൻഡ് ടോട്ടൽ വരും. സ്വന്തമായിട്ട് ചെയ്യുക. ഓക്കെ, ഇനി half of 18 is 18ന്റെ half എന്താണ്? 18 into 1/2 എന്താണ്? 9 അല്ലേ? അത് എഴുതിക്കുന്നത് 18 into 1/2 is equal to 9. 1/4 of 24. 1/4 into 24. ഉത്തരം എന്താണ്?
1 4 4 6. ഉത്തരം എന്താണ് 6 അല്ലേ? 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 4 ഡിവൈഡ് ബൈ 4 1 ആണ്. 24 ഡിവൈഡ് ബൈ 4 എന്താണ് 6 ആണ്. ഉത്തരം എന്താണ് 1 into 6 6 ആണ്. 3/4 of 16 3 by 4 into 16. ഓക്കെ, നമുക്ക് 1 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. 4 ആയി. 4 3 into 4 എന്താണ് 12. ഉത്തരം എന്താണ് 12 ആണ്. 2 by 5 of 10 2 by 5 into 10. ഓക്കെ, 5 വെച്ച് താഴത്തെ 10നെ ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്യുക. 1 2 2 into 4. ഉത്തരം എന്താണ് 4 ആണ്. ഉത്തരം 1/4 of 1 rupee is dash paise. 1/4 of 1 rupee. 1 rupee എന്ന് പറഞ്ഞാൽ 100 പൈസ ആണ് അല്ലേ? അപ്പോൾ 100 പൈസേനെ എന്താണ് 1/4 into 100 എന്താണ് 25 പൈസ. ഓക്കെ അല്ലേ? 125. ഓക്കെ, അപ്പോൾ 25 പൈസയാണ് അല്ലേ? ഒരു രൂപയുടെ 1/4 ഏതെന്ന് വെച്ചാൽ എന്താണ് 25 പൈസയാണ്. 3/4 of 1 rupee. 1 rupee വെച്ചാൽ 100 പൈസയാണ്. 3/4 into 100 എന്ത് കിട്ടും? 125. 325 75 പൈസ. ഒരു രൂപയുടെ 3/4 ചോദിച്ചാൽ 75 പൈസയാണ്. ഇനി ഹാഫ് ഓഫ് 1 rupee ഈസ് എന്താണ് 1 rupee 100 പൈസ. അതിൻ്റെ ഹാഫ് എന്താണ് 50 പൈസ. 100 into 1/2 അല്ലേ? 50 പൈസയാണ്. ഇനി ഹാഫ് ഓഫ് എ ഡേ ഈസ് ഒരു ഡേ എന്ന് വെച്ചാൽ 24 മണിക്കൂറാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ പകുതി എന്താണ് 24 into 1/2 that is equal to 12 hours. Okay, that is equal to 12 hours. In 1/3 of day. 1/3 of day എന്ന് വെച്ചാൽ എത്ര മണിക്കൂറാണ്? 24 into 1/3. 24 into 1/3 എന്താണ് 8 hours. ഇതൊക്കെ മിസ് പഠിപ്പിച്ചതാണ് കേട്ടോ. ഇനി അടുത്തത് എന്താണ് 1/3 of a minute is dash seconds. അപ്പോൾ സെക്കൻഡ്സിൽ വേണം. നമുക്ക് ഒരു മിനിറ്റിനെ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യും. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്സ് ആണ്. അപ്പോൾ 60 into 1/3. 60 into 1/3 എന്താണ് 20 seconds. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 16 hours is dash part of a day. 16 ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. അതിൽ 16 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന്റെ എത്ര പാർട്ടാണ്? അപ്പോൾ 16 divided by 24. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 8 വെച്ച് ഡിവൈഡ് ചെയ്താൽ 8 divided by 16 16 divided by 8 എന്താണ് 2 ആണ്. 24 divided by 8 എന്താണ് 3 ആണ്. അപ്പോൾ ഉത്തരം എന്ത് കിട്ടി 2/3 part of a day. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 40 minutes is dash part of a hour അല്ലേ? ഒരു ഹവറിന്റെ 40 minutes എന്ന് പറഞ്ഞാൽ ഒരു ഹവറിന്റെ എത്ര പാർട്ടാണ്? അപ്പം ഒരു ഹവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അതിൽ 40 എന്ന് പറഞ്ഞാൽ 40/60 പാർട്ടാണ്. നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 4 divided by 6 എന്താണ് 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മുകളിൽ 2 വരും, താഴെ 3 വരും. അപ്പോൾ 2/3 അല്ലേ? 2/3 പാർട്ട് ഓഫ് എ ഹവർ ആണ്. ഇനി അടുത്തത് 10 പൈസ ഇസ് ഡാഷ് പാർട്ട് ഓഫ് 1 rupee അല്ലേ? 10 പൈസ എന്ന് പറഞ്ഞാൽ ഒരു രൂപയുടെ, ഒരു രൂപ എന്ന് പറഞ്ഞാൽ 100 പൈസയാണ്. അപ്പോൾ 10/100 പാർട്ടാണ്. നമുക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ എന്താണ് 1/10. 0 വെട്ടിപ്പോയി. ഇനി 1 ഉണ്ട്, 1ഉം 10ഉം 1/10 പാർട്ട്. 10 പൈസ എന്ന് പറഞ്ഞാൽ 1/10 പാർട്ട് ഓഫ് 1 rupee എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് ഡാഷ് 1/6 make 3 എന്താണ്? ഏതോ ഒരു നമ്പറിന്റെ ശ്രദ്ധിച്ചോണം. ഏതോ ഒരു നമ്പറിന്റെ 1/6 ആണ് 1/3. ഓക്കെ, അപ്പോൾ ആ നമ്പർ ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മിസ് നേരത്തെ പറഞ്ഞ ഒരു ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. 6 divided by 3 എന്താണ് 2. അപ്പോൾ 2 into 1/6 ആണ് 1/3. സത്യമല്ലേ? 2 വെച്ചിട്ട് വെട്ടി നോക്കിക്കേ 1 3 കണ്ടോ? 1 into 1 1 ആണ്, താഴത്തെ 3 1/3. 2 എന്ന് പറയുന്ന ആ നമ്പറിന്റെ 1/6 ഭാഗമാണ് 1/3 അല്ലേ? നേരത്തെ പറഞ്ഞ ആ ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. ആ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി 6/3. ഇനി അടുത്തത് ഏതോ ഒരു നമ്പറിന്റെ 1/8 ആണ് 1/4. അപ്പോൾ ആ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ എത്ര 1/8 കൂടുമ്പോഴാണ് 1/4 ആവുന്നത്? അങ്ങനെയെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 8 divided by 4 ചെയ്താൽ മതി. ഉത്തരം എന്ത് കിട്ടും? 2 കിട്ടും അല്ലേ? 2 പ്രാവശ്യം 1/8 കൂടി നോക്കിക്കേ, അപ്പോൾ 1/4 കിട്ടും.
2 പ്രാവശ്യം 1/8 കിട്ടുമ്പോൾ എന്താണ് 2/8 വരും. 2/8 എന്ന് വെച്ചാൽ എന്താണ് 1/4 തുല്യമാണ്. ഇനി ഏതോ ഒരു നമ്പറിന്റെ 1/5 ആണ് എന്ത് 1 അല്ലേ? അപ്പൊ ഏതോ ഒരു നമ്പറിന്റെ 1/5 ആണ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് 1/1 തന്നെയാണ്. ഡിനോമിനേറ്റേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്ത് 5 divided by 1 എന്താണ് 5 ആണ്. അപ്പൊ 5 into 1/5 ആണ് 1. സത്യമല്ലേ? 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്താണ് എന്ത് കിട്ടും? ഇതൊന്ന് വെട്ടി ഉത്തരം എന്താണ് 1 തന്നെ കിട്ടും അല്ലേ? അപ്പൊ 5 എന്ന നമ്പറിന്റെ 1/5 ഭാഗമാണ് 1 അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. 5 into 1/5 എന്ത് കിട്ടും? 5 into 1 എന്താണ് 5 ആണ്. താഴത്തെ 5 എഴുതി. 5/5 വെച്ച് എന്താണ് 1 തന്നെയാണ്. There are dash 1/7 in 3/7. എത്രയോ 1/7 ആഡ് ചെയ്യുമ്പോഴാണ് 3/7 കിട്ടുന്നത്. അപ്പൊ എത്ര പ്രാവശ്യം 1/7 ആഡ് ചെയ്യുമ്പോഴായിരിക്കും 3/7 കിട്ടേണ്ടത്? എളുപ്പമല്ലേ? 3 പ്രാവശ്യം 1/7 ആഡ് ചെയ്തപ്പോഴായിരിക്കണം 3/7 കിട്ടേണ്ടത് അല്ലെ? ആണ്. മോള് 3 അല്ലേ കിടക്കുന്നത്. അപ്പൊ 3. There are 3 1/7 in 3/7 അല്ലെ? 3 പ്രാവശ്യം 1/7 ആഡ് ചെയ്യുമ്പോഴാണ് 3/7 കിട്ടുന്നത് അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ there are dash 1/4 in 1. ഇവിടെ ഈ 5ന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ് ഒരു 1ല് 1 ആവാൻ എത്ര 1/4 വേണ്ടി വരും? ഒന്ന് ആഡ് ചെയ്യാം. 4 divided by 1 നോക്കിയാൽ മതി. അപ്പൊ എന്ത് കിട്ടും? 4 ഇത്ര കിട്ടും. അല്ലെങ്കിൽ 1/4 plus 1/4 plus 1/4 അല്ലേ? നമുക്കറിയാം 1/4 എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ ആണല്ലേ? 4 പ്രാവശ്യം ക്വാർട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്. അപ്പൊ 4 ആയിരിക്കും ഒരു ഉത്തരം വരുന്നത്. അതെ. അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ആയ 4 divided by 1 ഉത്തരം എന്താണ് 4 കിട്ടും. ഇനി അടുത്ത് 2/3 of 10, 2/5 of 20, 2/5 of 20, 2/5 into 20 എന്താണ് 2 into 20 എന്താണ് 40. 40 divided by 5, 40 divided by 5 എന്താണ് 8. ഉത്തരം എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. ഇനി അടുത്ത 1/4 of 12 is dash part of 6. 6ന്റെ ഏതോ ഒരു പാർട്ടാണ് 1/4 of 12. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 1/4 of 12 ചെയ്യണം. 1/4 of 12 എന്താണ് 1 into 12 12 ആണ്. 12/4 ആണ്. അപ്പൊ 12/4 എന്ന് പറഞ്ഞാൽ എന്താണ് 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 3 ഉത്തരം കിട്ടും 3 അല്ലേ? അപ്പോൾ 3 എന്ന് പറയുന്നത് 6ന്റെ ഹാഫ് പാർട്ട് ആണ്. അപ്പോൾ അവിടെ എഴുതിക്കല്ലാതെ ഹാഫ് പാർട്ട് ഓഫ് 6 അല്ലെ? ഉത്തരം എന്താണ് 1/4 of 12 ചെയ്യുമ്പോൾ ഉത്തരം 3 കിട്ടും. ആ 3 എന്ന് പറയുന്നത് 6ന്റെ എന്താണ് ഹാഫ് ആണ്. ഇനി അടുത്തത് 2/3 of 18, 2/3 of 18 is 1/3 of 1/3 of dash എന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? 2/3 of 18 കണ്ടുപിടിക്കണം. 2/3 of 18 എങ്ങനെ കണ്ടുപിടിക്കും? 2 into 18 എന്താണ് 36. 36 divided by 3 എന്താണ് എന്ത് കിട്ടും? 12 ആണ്. ഓക്കെ. അപ്പൊ 36 divided by 3 എന്നാണ് 12. ആ 12 എന്ന് പറയുന്നത് എന്താണ് 1/3 ഓഫ് ഏതോ ഒരു നമ്പറിന്റെ 1/3 ആണ് 12 അല്ലെ? അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഏതോ ഒരു നമ്പറിന്റെ 1/3 ആണ് 12 അല്ലെ? അപ്പൊ ആ നമ്പർ ഏതായിരിക്കും? 36 ആണ്. ഓക്കെ. 1/3 into 36 ആണ് 12 അല്ലെ? 36/3 എന്ന് പറയുന്നത് 12 ആണെങ്കിൽ എന്താണ് 12ന്റെ 1/3 ആയിരിക്കും 36 അല്ലെ? അപ്പോൾ ഉത്തരം എന്ത് എഴുതും? 36 എന്ന് എഴുതുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും പ്രാക്ടീസ് ബുക്കിലെ വർക്കുകളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എളുപ്പം പറഞ്ഞു പോയത് ഓരോന്നും കൊണ്ടല്ല, ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിച്ച പോർഷൻസ് തന്നെയാണ്, ഫ്രാക്ഷൻസ് തന്നെയാണ്. എല്ലാം ഈ പ്രാക്ടീസ് ബുക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലും കൂടെ ഒന്ന് തുറന്ന് വെച്ചിട്ട് പഠിപ്പിച്ച ഭാഗങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ ആ പഠിപ്പിച്ച ഭാഗങ്ങൾ നന്നായിട്ട് തറവാകും. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ പിന്നെയും റിവൈൻഡ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഡൗട്ട് വന്നാൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. എക്സാംസ് ഒക്കെ നന്നായിട്ട് എഴുതുക എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.